പശു വളർത്തലിലൂടെ വരുമാനം കണ്ടെത്തുകയാണ് എറണാകുളം കാക്കനാടുള്ള സംജാദ് എന്ന ചെറുപ്പക്കാരൻ. 28 പശുക്കളാണ് സംജാദിന്റെ ഫാമിലുള്ളത്. സംജാദിന് പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. ജോലിയിലേക്ക് കാരണമെന്ന് പറഞ്ഞു വെച്ചാൽ ഇതിനോടുള്ള താല്പര്യമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ ഒരു ജോലി കൊണ്ട് ജീവിതം മുമ്പോട്ട് പോകാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, മനസ്സിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും വളരെയധികം സന്തോഷം കിട്ടുന്നൊരു ജോലിയാണ്. ആരും എത്രയും പെട്ടെന്ന് കടന്നു വരാൻ പറ്റാത്തൊരു ജോലിയാണ്. അതായത് ഒരു ദിവസം പോലും നമുക്ക് മുമ്പോട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാനോ ഒന്നും പറ്റില്ല. അതൊന്നും വകവെക്കാതെയാണ് ഞാൻ ഈ ഒരു ജോലിയായിട്ട് പോയി. ഞാൻ പാരമ്പര്യമായിട്ട് ഫാമിലി ഈ ഒരു തൊഴിൽ മുമ്പോട്ട് ഇതുവരെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി ഇപ്പം ഞാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർക്കാർക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 2:45 കഴിഞ്ഞ് എണീക്കുന്നു. അപ്പോൾ തന്നെ നമ്മ ഇങ്ങോട്ട് വന്ന് പണിക്കാരൊപ്പം തന്നെ ക്ലീനിങ്ങിനായിട്ട് കൂടുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3:30 മണിയോടുകൂടി തന്നെ കറവ സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു 4:30-5 മണിയാകുമ്പോൾ തന്നെ കറവ കഴിയുമ്പോഴേക്കും ഒരു 5 മണി തൊട്ട് എന്തായാലും ഇവിടെ പാൽ മേടിക്കാൻ ആളുകൾ വന്നിട്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞൊരു 8 മണിയാകുമ്പോൾ തന്നെ പാടത്തേട്ട് പുല്ല് വെട്ടാൻ വേണ്ടി പോകുന്നു. ഒരു 11 മണിക്ക് തിരിച്ചെത്തി 1 മണിയോടെ തന്നെ അടുത്ത കറവ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും നല്ല പിന്തുണയാണ്. ഞാൻ തന്നെ ഇതിലേക്ക് കടന്നു വന്ന് ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പശുവുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ബാപ്പാക്കും ഉമ്മാക്കും ഒരു കൈത്താങ്ങായിട്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മകൻ പഠന സംബന്ധ കാലത്തിൽ ഇതിനോട് എനിക്ക് പ്രോത്സാഹനം തന്നുകൊണ്ട് അവൻ കടന്നു വന്നേക്കണം. അപ്പോൾ അതിൽ ഞാൻ അവനെ പരിപൂർണ പിന്തുണ കൊടുത്തുകൊണ്ട് ഒപ്പം നിൽക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ HF ബ്രീഡാണ്. HF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ HF അല്ല, ക്രോസ് ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള പശുക്കളായിട്ട് ക്രോസ് ആയിട്ടുള്ളതാണ്. പിന്നെ ജേഴ്സി ഉണ്ട്, സിന്ധി ക്രോസ് പശുക്കളുണ്ട്. ഒരു ദിവസം ഒരു 200 ലിറ്ററിന് മേളിൽ പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെയുള്ള പാലാണെങ്കിൽ എല്ലാവരും ഡയറക്റ്റായിട്ട് വന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ്, ആർക്കും കൊണ്ടുപോയി കൊടുക്കുന്നില്ല. ഇപ്പോൾ ഉച്ചക്കുള്ള പാലാണെങ്കിലും കുറച്ച് ഫ്ലാറ്റുകളിലായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, പാക്ക് ചെയ്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് പുറത്തായിട്ട്. ചെയ്യുന്ന ജോലിയുടെ സ്റ്റാറ്റസിനെ കുറിച്ചോർത്ത് വേവലാതി പൂണ്ടിരിക്കുന്ന യുവാക്കൾക്കിടയിലാണ് സംജാദ് വ്യത്യസ്തനാവുന്നത്. തലമുറകളായി പകർന്നു കിട്ടിയ ഈ തൊഴിൽ ഏറെ അഭിമാനത്തോടെയാണ് അയാൾ ചെയ്യുന്നത്. ലേഷ് കാഞ്ഞിക്കാവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.